present before you a Malayalam skit on Pal Payasam. In this skit, the characters engage in a humorous situation revolving around the preparation and intake of Pal Payasam. Let's enjoy the show. ശ്രീ ജയപ്രകാശ് കുളൂരിൻ്റെ ഏറെ പ്രശസ്തമായ നാടകമാണ് പാൽപായസം. നിഷ്കളങ്ക ബാല്യവും ആധുനിക ജീവിത സാഹചര്യങ്ങളും ഇവിടെ വിഷയമാകുന്നു. ഈ നാടകത്തിലൂടെ രംഗത്തെത്തുന്നവർ മുത്തച്ഛൻ മാസ്റ്റർ ആര്യൻ ബിനോയ്, അച്ഛൻ മാസ്റ്റർ റയാൻ മാത്യു, അമ്മ മാസ്റ്റർ ആരുഷ് ഷിബിൻ, മകൻ മാസ്റ്റർ ജാദവേദൻ, കൂട്ടുകാരൻ മാസ്റ്റർ രൺധീർ, മുതലാളി മാസ്റ്റർ സ്റ്റീവ് സിജോ, കാര്യസ്ഥൻ മാസ്റ്റർ അർജുൻ ആർ പി, യുവകോമളൻ മാസ്റ്റർ ദേവദേവ സായി, ഭിക്ഷക്കാരൻ മാസ്റ്റർ അർണവ് ദേവ്, പാൽക്കാരൻ മാസ്റ്റർ മുഹമ്മദ് റെയ്ഹാൻ, മുത്തശ്ശി മാസ്റ്റർ അഗ്നേത്. രംഗസംവിധാനം മിസ് ലിൻഡ ഡേവിസ്, മിസ് ഇന്ദു എം കെ. ശബ്ദാവിഷ്കാരം അജയ് അമല സ്റ്റുഡിയോ. പാശ്ചാത്തല സംഗീതം സാഗരിക മ്യൂസിക്. എഡിറ്റിംഗ് മിസ്റ്റർ നിതീഷ് കുമാർ. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. കാക്ക വിളമ്പും ഉപ്പേരി, പൂച്ച വിളമ്പും പുളിശ്ശേരി. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. എൻ്റെ അമ്മോ, മോനെ മോനെ മോനെ, എടാ മണിക്കുട്ടാ, അവിടെ ഇരിക്കടാ മണിക്കുട്ടാ. എടി രേണു, രേണു നോക്ക് രേണു. എന്താ അച്ഛാ, അവര് കുട്ടികളല്ലേ, കളിച്ചോട്ടെ. എങ്ങനെയാ, അമ്മ തന്നെ ഇങ്ങനെയല്ലേ, സന്ധ്യാസമയത്ത് വാരികയെ വായിച്ച് ഇരിക്കല്ലേ, പിന്നെ എങ്ങനെയാ? അച്ഛാ, അച്ഛന്റെ കാര്യം നോക്കി അവിടെ ഇവിടെ ഇരുന്നാ പോരെ. സന്ധ്യാസമയത്ത് നാമം ജപിക്കേണ്ട കാര്യങ്ങൾ നീയല്ലേ രേണു പറഞ്ഞു കൊടുക്കേണ്ടത്. ശിവ ശിവ, എന്റെ ജാനി, നീ നേരത്തെ പോയത് നന്നായി, എന്നെ അങ്ങ് എടുത്തൂടെ എന്റെ കൃഷ്ണ. എന്തൊരു കാല. ശിവ ശിവ ശിവ, നമോ നാരായണ. മോനെ അപ്പു, സന്ധ്യ ആയില്ലേ, നിന്റെ അമ്മ അവിടെ അന്വേഷിക്കുന്നുണ്ടാവും, നീ വീട്ടിലേക്ക് പോയിക്കോ. എടാ, നീയേ ഒരു കുരുത്തം കെട്ടവൻ, അവനും കൂടി വഷളാക്കും. ചാടടാ ചാടടാ ചാടടാ, അങ്ങനെ ചാടടാ, ചാട് ചാടെന്റെ എട്ടുകാലി. അമ്മേ അമ്മേ, ഇത് നോക്കി അമ്മേ. ചാടടാ ചാട് ചാട്, അമ്മേ ഇത് നോക്കി അമ്മേ. എന്താടാ അമ്മ നോക്കിയേ അമ്മേ. എന്താ നിനക്ക് വേണ്ടത്? എവിടെ നോക്കാൻ? അമ്മേ, ഈ എട്ടുകാലി കണ്ടോ? കണ്ടു. അമ്മേ, ഈ എട്ടുകാലി ഞാൻ പറഞ്ഞാൽ അതുപോലെ കേൾക്കും. ദേ, ഞാൻ പറഞ്ഞപ്പോൾ ചാടി. ചാടടാ നോക്കമ്മേ, ചാടടാ നോക്കമ്മേ. ഹാ, നോക്കിയടാ. ചാടടാ ചാട്, നോക്കമ്മേ, ചാടുന്നു. നോക്കിയടാ ചെക്ക. ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ അമ്മേ, അവൻ ചാടുന്നു. അതേടാ. ചാടടാ ചാട്, നീ വീരല്ലേ. ആ, എട്ടുകാലി, ഏഴുകാലി, ആറുകാലി, അഞ്ചുകാലി, നാൽക്കാലി, മുക്കാലി, ഇരുകാലി, ഒരു കാലി, ഇല്ലാ കാല്. ചാടടാ ചാട്, അമ്മേ നോക്കമ്മേ, ഇപ്പോഴിത് ചാടുന്നില്ല. ചാടാത്തത് എന്താണെന്നറിയോ? ഒരു നാശം പിടിച്ച മൂഷേട്ട, ഞാൻ ഇതൊന്ന് വായിച്ചു തീർത്തോട്ടെ. ഇതൊന്ന് നോക്കിയിട്ട് മതി അമ്മേ വായന. ഞാനിപ്പം ഒച്ച വെച്ച് കരയും. അമ്മേ
അമ്മേ, ഇപ്പം നോക്കമ്മേ, ഞാൻ ചാടാൻ പറഞ്ഞാലും ഇതിപ്പോ ചാടുന്നില്ല. എത്ര ഉറക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. കണ്ടോ, ചാടുന്നില്ല. എന്താണെന്നറിയോ? ഈ എട്ടുകാലിക്ക് ഇപ്പം ചെവി കേൾക്കില്ല. എട്ടുകാലിലാ ചെവി, അവനിപ്പം കാലില്ല, അതുകൊണ്ട് ചെവി കേൾക്കില്ല. നിന്റെ ഓരോ തോന്നിയാസം. നിന്നെ ഞാൻ ചെന്നിരുന്ന് പഠിക്കടാ. കാലിലാ ചെവി, വയറ്റിലാ തല, പിന്നെ എന്തൊക്കെയുണ്ട്? മുഖത്താശുണ്ടി. നിന്നെ ഞാൻ ഇന്ന് നിന്റെ വികൃതി വല്ലാതെ കൂടുന്നുണ്ട്. നിന്നെ ഞാൻ ഇന്ന് വായിക്ക്. കഴിഞ്ഞ പരീക്ഷയെ എല്ലാത്തിനും വട്ടപൂജ്യം വാങ്ങിയില്ലേ? കളി കൂടിയിട്ടാ. വായിക്ക്. മലയാളം പഠിക്ക്. ഇപ്പം ഏത് പാഠമാണ് എടുക്കുന്നേ? ആലീസും കുഞ്ഞാടും. ഇന്നലെ എടുത്ത ഭാഗം വായിക്ക്. അച്ഛന് പണിയില്ല, പുറമേഞ്ഞിട്ടില്ല, ആകെ നനഞ്ഞൊലിക്കുന്നു. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അടുത്ത പാഠം വായിക്ക്. പാഠം 26, ആരോഗ്യം. പള്ളിക്കൂടം വിട്ട് ജോസ് അടുക്കളയിലേക്ക് ഓടി. അമ്മേ, എനിക്ക് വിശക്കുന്നു, വല്ലതും തരൂ. അമ്മേ, എനിക്കും വിശക്കുന്നു, വല്ലതും ഇരിപ്പുണ്ടോ? അച്ഛൻ വരട്ടെ, നീ വായിക്ക്. പതുക്കെ പതുക്കെ പൊട്ടിപ്പോകും. പൊട്ടിപ്പോകാൻ മാത്രം എന്താണിപ്പം അതില്? പതുക്കെ ചെക്ക, അതില് പാല്. പാലോ? പ്ലാസ്റ്റിക് ബാഗിലാ. എടി, എനിക്കൊരാഗ്രഹം, പാൽപായസം കുടിക്കണമെന്ന്. പാൽപായസം? എന്താ, പറ്റില്ലേ? നമുക്കെന്താ പാൽപായസം കുടിച്ചാൽ ഇറങ്ങിപ്പോകില്ലേ? അണ്ണാക്കിൽ തങ്ങി നിൽക്കോ? വയറിളക്കം പിടിക്കോ? എന്താ പാൽപായസം? അതിന് പാൽ മാത്രം മതിയോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഡയറി ഫാമീന്ന. പാല് കൊണ്ട് വേണമെങ്കിൽ പൊട്ടു തൊടാം. വേണ്ടെങ്കിലോ? ഇതാ അസൽ ബസുമതി അരിയ. ദേ നോക്കേ, ഓരോ അരിക്കും ദാ ഈ നീളമാ. അമ്മേ, ഇതെന്താ പുഴുവിനെ പോലെ ഇരിക്കുന്നത്? ഇതാ ഈ പൊതിയൊന്ന് തുറന്നു നോക്കിയേ, അണ്ടിപ്പരിപ്പായിരിക്കും. ഇതെന്താ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ? അത് ബദാമാ. ബദാം? ബദാം? ബദാം. എന്നാൽ ഇതാ അണ്ടിപ്പരിപ്പ്. ഇതെന്താ അച്ഛാ കുറക്കാട്ടം പോലെ? അതാണ് കിസ്മസ്. മുന്തിരിങ്ങ, കുരുവില്ലാത്ത മുന്തിരിങ്ങ, കശ്മീര ഇനം. ഇത് ഏലക്കായ. ഇത് നേ കുറച്ചേയുള്ളൂ. പഞ്ചസാര ഇല്ലേ? അതല്ലേ ഈ പൊതി. ഇതിനെല്ലാം കൂടിയും വലിയ വിലയായില്ലേ? നിനക്ക് അപ്പം തിന്നാ പോരെ, കുഴിയെണ്ണണോ? അച്ഛാ, എനിക്ക് കുഴിയെണ്ണണ്ട, എനിക്ക് അപ്പം തിന്നാൽ മതി. എവിടെ അച്ഛാ അപ്പം? നീ എന്റെ കയ്യിന്ന് വാങ്ങിക്കും. ഈയിടെ ചെക്കന്റെ അഹമ്മദ് ഇത്തിരി കൂടുന്നു. നീ അവനോട് കിന്നരിക്കാതെ വേഗം പോയി പാൽപായസം ഉണ്ടാക്കാൻ നോക്ക്. നിനക്കതിന് പാൽപായസം ഉണ്ടാക്കാൻ അറിയോ? പറയുമ്പോ എല്ലാം പറയണല്ലോ. എപ്പോഴാ ഈ ഭാഗ്യം കണ്ടറിഞ്ഞു വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇന്ന് വാരികയിൽ പാൽപായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വായിച്ചു വായിച്ച് തുപ്പലും മിഴുങ്ങിയിരിക്കുകയായിരുന്നു. അമ്മ അപ്പം കഥ വായിച്ച് കരുതുകയായിരുന്നു എന്നല്ലേ ഞാൻ കരുതിയത്? പാൽപായസമായിരുന്നു. കണ്ടില്ലേ, അതുകൊണ്ട് ഇപ്പോൾ കാര്യത്തിനായില്ലേ. അതാ പറഞ്ഞത് വായനാശീലം വേണമെന്ന്. ഇനിയിപ്പം ആരെങ്കിലും വരുന്നേ മുമ്പ് പായസം ഉണ്ടാക്കാൻ നോക്ക്. എടാ മോനെ മണിക്കുട്ടാ, നിന്റെ മാർക്കൊക്കെ കിട്ടിയോ? അതിനി പരീക്ഷയ്ക്ക് 2 മാസം കൂടി ഇല്ലേ? കഴിഞ്ഞ പരീക്ഷയുടെ മാർക്കാ ചോദിച്ചത്. കിട്ടിയോ? അത് കിട്ടി. എങ്ങനെയുണ്ട്? എന്ത് മാർക്ക്? മാർക്ക്? പാസ്സായോന്ന്. അമ്മേ, പായസായോന്ന്? പായസമായോ എന്നല്ല, പരീക്ഷയിൽ പാസ്സായോന്നാ ചോദിച്ചത്. ഒരു കണക്കിന് ടീച്ചർ എന്നെ തോൽപ്പിച്ചതാ. സാരില്ല, ഒരു കണക്കിന് മാത്രമല്ലേ തോറ്റുള്ളൂ. കണക്കിന് മാത്രമല്ല അച്ഛാ, ഒരു കണക്കിന് എല്ലാത്തിനും ടീച്ചർ എന്നെ തോൽപ്പിച്ചതാ. ഞാൻ പറയുന്നത് ടീച്ചർക്ക് അറിയാൻ പാടില്ല, ടീച്ചർക്ക് അറിയുന്നത് എനിക്കറിയാൻ പാടില്ല, ടീച്ചർ പറയുന്നത് എനിക്കറിയാൻ പാടില്ല, എനിക്കറിയാത്തത് ടീച്ചർക്ക് അറിയാൻ പാടില്ല. പറയുന്നത് തന്നെ ഇങ്ങനെയാണെങ്കിൽ എഴുത്തിന്റെ കാര്യം പറയാതിരിക്കാ ഭേദം. പക്ഷേ ഞാൻ ശാസ്ത്രജ്ഞനാവും. എട്ടുകാലിയുടെ കാലിലാ ചെവി എന്ന് കണ്ടുപിടിച്ചത് ഞാനാ. എടി, നമ്മുടെ മോൻ എന്തൊക്കെയാ ഈ പറയുന്നത്?
പാല് തിളച്ചോട്ടെ, അരി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അമ്മേ, വളർത്തിയതിന്റെ തകരാറാ. ഒന്നേ ഉള്ളൂ എന്ന് കരുതി തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന് കരുതി വളർത്തിയിട്ടിപ്പം ഞാൻ ഇത് കേൾക്കണം. ഒരുത്തനാണെങ്കിൽ ഒലക്ക കൊണ്ട് തല്ലി പഠിപ്പിക്കണമെന്നാ. തല്ലി പഴുപ്പിച്ചാൽ മധുരമുണ്ടാവില്ല അച്ഛാ. അടയ്ക്ക ആവുമ്പം മടിയിൽ വെക്കാം. അടയ്ക്കാൻ മരമായാലോ? മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. എടീ, നായയുടെ വാല് 10000 കൊല്ലം കുഴലിലിട്ടാലും നേരെയാവില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. അച്ഛാ, അമ്മയോട് തല മാറുന്ന എണ്ണ തേക്കണ്ട എന്ന് പറ. എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാതടാ. മകൻ തോളത്തിരുന്ന് ചെവി തിന്നുന്നവനാ. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നു. അമ്മാ, വല്ലതും തരണേ. അമ്മാ, അമ്മാ, വല്ലതും തരണേ. ഓരോ അശ്രീകരങ്ങൾ. ഇവിടെ ഒന്നുമില്ല. പാൽപ്പായസം മണക്കണല്ലോ, ഇച്ചിരി തായോ. 3-4 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. ഒന്നുമില്ലാന്നല്ലേ പറഞ്ഞത്? നിൽക്കണ്ട, പോയിക്കോ. നന്നാവില്ല, തീർച്ച, തീർച്ച നന്നാവില്ല. എടി, ഇവിടെ ഇപ്പം ഇനി ആരെങ്കിലും കയറി വന്നാൽ അവർക്കും പാൽപ്പായസം മണക്കില്ലേ? മൂക്കടച്ചില്ലെങ്കിൽ ഈ നേരത്ത് ആരാ ഇനി വരാൻ? അല്ല, ആരെങ്കിലും വന്നാൽ, വല്ല വേണ്ടപ്പെട്ടവരോ ബന്ധുക്കളോ വന്നാൽ വിചാരിക്കും അവർക്കും കൂടി കൊടുത്താൽ പാൽപ്പായസം ബാക്കി ഉണ്ടാവോ? കൊടുക്കണ്ടെന്ന് വെച്ചാ പോരെ? അതെങ്ങനെ? എന്റെ അച്ഛൻ ഇപ്പം വന്നൂന്ന് വിചാരിക്കുക. എന്നാൽ നക്കിയിട്ടേ പോവൂ. നിങ്ങളുടെ അച്ഛനായിരുന്നെങ്കിൽ പാത്രവും നക്കി പാത്രത്തിൽ ഇട്ടേ പോകൂ. ഞാനൊരു ഉപായം പറയാം. അച്ഛനെ അന്വേഷിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ അച്ഛൻ ഒളിച്ചിരിക്കുക. അല്ലേ അമ്മേ? നിങ്ങളുടെ വർക്ക്ഷോപ്പിലെ മുതലാളിയല്ലേ ആ വരുന്നത്? ആണോ? അച്ഛാ, വേഗം ഒളിച്ചോ. ആളില്ലേ ഇവിടെ? ഞങ്ങളൊക്കെ ആൾക്കാരല്ലേ. നിന്റെ അച്ഛൻ ഇവിടെ ഇല്ലേന്നാ ചോദിച്ചത്. ഇല്ല, പണി കഴിഞ്ഞു വന്നിട്ടില്ല. ഓഹോ, ഇന്ന് ഉച്ചയ്ക്ക് വർക്ക്ഷോപ്പിന്ന് പോന്നതാ അല്ലേ? അതെ. ഇങ്ങോട്ട് വന്നില്ല. വരും, വരാതിരിക്കില്ല. അതെ. ഏത് സമയത്താ സാധാരണ പണി കഴിഞ്ഞ് ഇവിടെ എത്താറ്? അസമയത്ത്. മിണ്ടാതിരിക്കട ചക്ക. ഓരോ ദിവസവും ഓരോ മാതിരിയാ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇടയായി നിങ്ങളുടെ മകന്റെ സ്വഭാവം അങ്ങനെയാ. വർക്ക്ഷോപ്പ് വരുന്നത് ഓരോ ദിവസം ഓരോ മാതിരിയാ. എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്കോ? അല്ല, നിങ്ങളുടെ മകന്. എന്റെ മകൻ ഇതാ ഇവിടെ നിൽക്കുന്നു. അപ്പോ വർക്ക്ഷോപ്പിൽ പണിക്ക് വരുന്ന ആളോ? എന്റെ ഭർത്താവാ. ഓഹോ, വീട്ടിൽ അമ്മയും മോനും മാത്രമേ ഉള്ളൂ? ഭാര്യ മരിച്ചു പോയെന്നാണല്ലോ പറഞ്ഞത് അല്ലേ? അതെ. നിങ്ങൾക്ക് വീട് മാറിപ്പോയതാവാം. ഇത് മെക്കാനിക് ലോഹിദാസിന്റെ വീടല്ലേ? അതെ. ഞാൻ അമ്മയാണെന്നാണോ പറഞ്ഞത്? അതെ. എനിക്ക് അടിയന്തരമായി നിങ്ങളുടെ മോനെ ഒന്ന് കാണണം. ആവൂ, എന്തൊരു ചൂട് അല്ലേ? അതെ. മ്യാവ്, 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 മ്യാവ്. പൂച്ച, പൂച്ച. പൂച്ച പുറത്ത് ചാടുമോ എന്നാണ് എന്റെ പേടി. നീ ഒന്ന് അടുക്കളയിൽ ചെല്ല്. പൂച്ച വല്ലതും തട്ടിമറിച്ച് കാണും. ഹാവൂ, എന്തൊരു ചൂട്. കുട്ടിയുടെ അച്ഛൻ വന്നാൽ അങ്ങോട്ട് പറഞ്ഞയക്കാം. അത് പോരാ, നേരിട്ട് കാണണം. കുറച്ച് പണം കൊടുത്ത് ഏൽപ്പിക്കണം. അതെന്റെ കയ്യിൽ തന്നോളൂ. അതിപ്പോ എങ്ങനെ ശരിയാവും? അതെ, അതെ. ഭാര്യയാണെന്ന് നിങ്ങൾ പറയണു, അമ്മയാണെന്ന് അയാളും പറയണു. എങ്ങനെ വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിൽ തരിക? അയാൾ വരട്ടെ. എന്തോ നല്ല വാസന വരുന്നല്ലോ. അത് പാൽപ്പായസമല്ലേ? അതെ, അതെ. എവിടുന്നാ? അടുത്ത വീട്ടീന്നാ. നല്ല വാസന. എത്ര നല്ല പായസമായിരിക്കും അത്. നെയ്യ് വെച്ചിട്ടുണ്ടല്ലോ. ബദാം, ഏലക്കായ, മുന്തിരി, കാശ്മീര, സംശയം, ഒന്നാന്തരം അണ്ടിപ്പരിപ്പ്, അസലരിയ. ആഹാ. ചേച്ചി, എന്താ പാൽപ്പായസത്തിന്റെ മണം? അതങ്ങ് മെയിൻ റോഡ് വരെ എത്തിയല്ലോ. ഇവിടുന്നാ പായസത്തിന്റെ മണമെന്ന് അന്വേഷിച്ച് എത്തിയപ്പോഴാ അറിയുന്നേ ഇവിടുന്നാണെന്ന്. പിന്നെ സംശയിച്ചില്ല, നേരെ കയറി വന്നു. പരിചയമില്ല, പരിചയപ്പെടാലോ.
ചേച്ചിയേ ചേച്ചിയേ പാൽ. ഇന്ന് പാൽ വേണ്ട, അദ്ദേഹം വരുമ്പോൾ ഇന്ന് കൊണ്ടുവന്നു. ഇതൊക്കെ ആദ്യം പറയണ്ടേ? നിങ്ങൾക്ക് തോന്നിയ മാതിരി കഷ്ടപ്പാട് മൊത്തം ഞങ്ങൾക്കാ. ഞാൻ പോവാ. എന്താണടി ഒരു പാൽ കരിഞ്ഞ മണം? എന്തായടി നിന്റെ പാൽപ്പായസം? ഇതെങ്ങനെ ഒപ്പിച്ചടാ മോനെ? അമ്മ മുതലാളിയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് അച്ഛൻ പൂച്ച കരഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. ഞാൻ നേരെ അടുക്കളയിലേക്ക് ഓടി. പായസം ഈ പാത്രത്തിലാക്കി ഒഴിച്ചു വെച്ചു. തീ അണച്ചില്ല. ബാക്കി അല്പം പാത്രത്തിലുണ്ടായിരുന്നു. അതാ കരിഞ്ഞു മണത്തത്. എന്റെ മോൻ തന്നെ. എന്റെ ആധാരക്കെട്ട് ഞാൻ ഇവിടെ മറന്നു വെച്ചു പോയി. എന്റെ കണ്ണട ഇവിടെ എവിടെയുണ്ടല്ലോ. ചേച്ചിയെ, എന്റെ പാൽപാത്രം ഞങ്ങളുടെ ബാഗ് ഇവിടെ വെച്ച് മറന്നുപോയി. മോളെ, ആ പാൽപ്പായസം ഇത്തിരി എനിക്കും കൂടെ താ. പാൽപായസത്തിന്റെ നിർമ്മണം ആസ്വദിച്ച് ഒത്തുചേർന്നവരെ പോലെ നമ്മിലെ കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും നന്മയുടെയും മധുരം ചുറ്റുമുള്ളവർക്കും നുകരാൻ കഴിയട്ടെ.